നമ്മൾ പല ആൾക്കാർ ശ്രദ്ധിക്കാതിരിക്കുക, BJPക്ക് 306 സീറ്റ് ഉണ്ടായി. ആ 306 സീറ്റിൽ 66 സീറ്റ് അങ്ങ് പോയി ഈ 2024. മറ്റൊരു കാര്യം ഇപ്പോൾ വരാൻ വേണ്ടി വേറെ സാധനമുണ്ട്. അമേരിക്ക ഇന്ത്യ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അമേരിക്കയിലെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യക്കകത്ത് വിൽക്കാനും ഇന്ത്യക്കകത്ത് നിന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അമേരിക്ക കൊണ്ടാനും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവയൊന്നുമില്ല, ടാക്സും ഇല്ല. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ടാക്സ് ആവശ്യം പോലെ ഏർപ്പെടുത്തുകയും ചെയ്യും. ഇതാണ് ഈ പറഞ്ഞ സംഗതി, ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്. ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് വന്നാൽ ഒരു കാര്യം കേൾക്കുമ്പോൾ രസമുള്ള കാര്യം, ഫ്രീ ട്രേഡ് അല്ലേ, ഒരു തടസ്സമൊന്നുമില്ലല്ലോ. പക്ഷേ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് വന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെക്കാൾ ഏത് ഉൽപ്പന്നവും നന്നായി പ്രോസസ്സ് ചെയ്യാനാവശ്യമായ ശാസ്ത്ര സാങ്കേതിക നേട്ടം പാശ്ചാത്യർക്കുണ്ട്. ഉദാഹരണം ഞാൻ പറയാം. ഇന്ത്യക്കകത്ത് എവിടെയാണ് കൃഷി, നെൽകൃഷി യഥാർത്ഥത്തിൽ വ്യവസായമായിട്ടുള്ളത്? ഏതൊരു സ്ഥലത്തുണ്ട്. ഫ്രാൻസിലെ നെൽകൃഷി എന്ന് പറഞ്ഞാൽ നെല്ലടക്കമുള്ള ഗോതമ്പടക്കമുള്ള കൃഷിക്ക് അതിൻ്റെ സീഡിങ് ഉണ്ടല്ലോ, വിത്ത് വിതയ്ക്കൽ എങ്ങനെ അറിയാമോ? നമ്മുടെ കൃഷിക്കാർ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഈ വെള്ളത്തിൽ കിടന്ന് വാരി എറിയല്ലേ ഇണേ. ഹെലികോപ്റ്റർ വന്ന് ഈ മറ്റേ ഒരുക്കിയിട്ടുള്ള നിലത്ത് ആ വിത്ത് വിതയ്ക്കാണ് ഈ ഹെലികോപ്റ്റർ ചെയ്യണത്. ഹെലികോപ്റ്റർ ചെയ്യണേ. മെക്സിക്കോയിൽ പോലതാ, നമ്മുടെ ഇന്ത്യക്കകത്തുള്ള ഏർപ്പാടല്ലത്. ഇന്ത്യയിൽ ഇവിടെ ഉത്തർപ്രദേശിലോ മറ്റു സ്ഥലങ്ങളിലെല്ലാം ഈ ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് ചെയ്യുന്നുണ്ടോ? അതിന് വളവിടുന്നത്, അതിന് മറ്റു കാര്യങ്ങൾ മാത്രമല്ല. പാശ്ചാത്യ രാജ്യങ്ങൾ, ഫ്രാൻസ് ആവട്ടെ, ബ്രിട്ടൻ ആവട്ടെ, മറ്റു രാജ്യങ്ങളാവട്ടെ, ആ രാജ്യങ്ങളെല്ലാം കൃഷിയെ വ്യവസായത്തിൻ്റെ പരിഗണനയിലാണ്. വ്യവസായം പോലെയുള്ള സംരക്ഷണങ്ങളെല്ലാം കൃഷിക്കുണ്ട്. വ്യവസായത്തിൻ്റെ സംരക്ഷണം നമ്മുടെ കേരളത്തിൽ കൃഷിക്കുണ്ടോ? ഇല്ലല്ലോ. ഇന്ത്യയിൽ എവിടെയുണ്ട്? ഒരു സ്ഥലത്തുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, വ്യവസായത്തിനുള്ള ഒട്ടേറെ ആനുകൂല്യങ്ങളുണ്ട്. ആ ആനുകൂല്യങ്ങൾ കൃഷിക്ക് പാശ്ചാത്യ രാജ്യങ്ങളിലുണ്ട്. അങ്ങനെ ഉണ്ടാക്കുന്ന മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ, ആ കാർഷിക ഉൽപ്പന്നങ്ങൾ നല്ല ഗംഭീരമായി പ്രോസസ്സ് ചെയ്തതിന് ശേഷം പാക്കറ്റിലാക്കി ഇവിടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ നാട്ടുഭാഷയെ പറഞ്ഞാൽ ആപ്പീസ് കൂട്ടും. ഇങ്ങനെയാണ് ഈ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്. നേരത്തെ ഒരു അനുഭവം ഞാൻ പറയാം. മെക്സിക്കോയും അമേരിക്കയും കാനഡയും കൂടി ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ഉണ്ടാക്കി. അതിൻ്റെ നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് തന്നെ, നാഫ്ത, NAFTA, നാഫ്ത. 92-ലത്, 92-ലോ 91-ലോ. ഈ നാഫ്തക്കെതിരായ അവസാനം മെക്സിക്കോയിലെ കൃഷിക്കാർ, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്, ആ സ്ഥലത്തിൻ്റെ പേര് ച്യാപ്പാത്ത് എന്ന പ്രവിശ്യയാണ്. ആ പ്രവിശ്യയിലെ കൃഷിക്കാർ ആയുധെടുത്തു. കാരണം കൃഷി മുഴുവൻ തീർന്നു. അമേരിക്കൻ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ ശേഷം ഈ കൃഷിയും വിളവെടുപ്പും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഈ ച്യാപ്പാത്ത് പ്രവിശ്യയിലെ കൃഷിക്കാർ ആയുധമെടുത്തു. ആ ആയുധമെടുത്ത കൃഷിക്കാരെ ആക്രമിക്കാൻ വേണ്ടി ഈ മെക്സിക്കൻ ഗവൺമെൻറ് അവസാനം പട്ടാളത്തെ ഇറക്കേണ്ടി വന്നു. ആ കൃഷിക്കാരുടെ പ്രസ്ഥാനത്തിൻ്റെ പേരെന്താണെന്ന് കയറി. ഇപ്പോൾ നമ്മുടെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം എങ്ങനെയാണാവോ BJPക്ക് 2024 സീറ്റങ്ങ് പോയത്? BJPക്ക് ആകെ നമ്മുടെ ഇന്ത്യക്കകത്താകെ 306 സീറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ പല ആൾക്കാർ ശ്രദ്ധിക്കാതിരിക്കുക, BJPക്ക് 306 സീറ്റ് ഉണ്ടായി. ആ 306 സീറ്റിൽ 66 സീറ്റ് അങ്ങ് പോയി ഈ 2024. എന്താണ് BJP ഇപ്പോൾ അടിയന്തരമായിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഡീലിമിറ്റേഷൻ വേണം. ഡീലിമിറ്റേഷൻ വേണമെന്ന് വെച്ചാൽ ഈ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. ഇപ്പോൾ ഉള്ള 543, 545 അത് 2 പേരെ ആംഗ്ലോ ഇന്ത്യൻസിനെ നോമിനേറ്റ് ചെയ്യുക, അതങ്ങ് കട്ട് ചെയ്തു. ബാക്കി 543. ഈ 543 ഉണ്ടായിരുന്ന നേരത്തെ ഉള്ള ഒന്നാം തരം ബ്രിട്ടീഷുകാരുണ്ടാക്കിയെന്ന് വെച്ചാൽ 1912-ലാണ് ഈ പാർലമെൻറ്റ് അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ തൊട്ട് മുമ്പാണല്ലോ നിർമ്മിച്ചിട്ടുള്ളത്. ആ പാർലമെൻറ്റ് മന്ദിരം വളരെ ഹെറിറ്റേജ് ആയിട്ടുള്ള മന്ദിരം നിർത്തിക്കൊണ്ട് വേറെ ഒരു 10,900 പേർക്ക് 875 സീറ്റുണ്ട്. ആ സീറ്റുള്ള പാർലമെൻറ്റ് ഒരെണ്ണം സെക്കൻഡ് വെച്ചുണ്ടാക്കിയല്ലോ. 22,000 കോടി രൂപയാണ് നരേന്ദ്രമോദി മുടക്കിയത്. 22,000 കോടി. സാധാരണ പാർലമെൻറ്റിൻ്റെ, രാജ്യസഭയുടെയും ലോകസഭയുടെയും നേതാവ് ആരാന്നറിയാവോ? അതിൻ്റെ രണ്ടിനും നേതാവ് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യേണ്ടത്. പക്ഷേ രാഷ്ട്രപതി വീട്ടിലിരുന്നു, ഇദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ ഒരു ആവശ്യത്തിന് വേണ്ടി 2 വർഷം മുമ്പ് 2024 ബ്രിട്ടനിൽ പോയി. ലണ്ടനിൽ അവരുടെ വെസ്റ്റ്മിനിസ്റ്ററിൽ ആബിയിലുള്ള ആ സ്ഥലത്തുള്ള ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ കയറണമെന്നൊരു ആഗ്രഹം. അപ്പോൾ ഒരു ബ്രിട്ടീഷ് MPയുടെ PAയോട് സംസാരിച്ചു, വരാൻ പറഞ്ഞു. പാർലമെൻറ്റ് അകത്ത് കയറി. നിങ്ങൾ BBC ന്യൂസ് കണ്ടിട്ടുണ്ടാവും. ആ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ചേരുന്ന, ആ പാർലമെൻറ്റ് ചേരുന്നത് സാധാരണ കുഷൻ സീറ്റാണ്. ഈ ട്രെയിനിലൊക്കെയുള്ള കുഷൻ സീറ്റാണ്, ഈ ബെഞ്ച് പോലെ ഇങ്ങനത്തെ സീറ്റാണ്. അവിടുത്തെ പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയായിട്ട് ഇങ്ങനെ കൈ പിടിച്ചെത്തും. നമ്മുടെ ഇവിടുത്തെ പോലെയല്ല. ഇവിടുത്തെ അതിൻ്റെ നീളം എന്ന് വെച്ചാൽ വലിയ ദീർഘമായ നീളമാണ്. അപ്പോൾ അവിടെ ഇരിക്കുക ഈ ചിത്രങ്ങളില്ല. അവിടെ ഞാൻ അപ്പോൾ ഈ MPയുടെ PA ഉണ്ടായിരുന്നു. സാഹിബിനോട് ചോദിച്ചു, ഇവിടെ ആകെ എത്ര MP വേണ്ടത് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു 650. അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ 650 പേരും വന്നാൽ ഈ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇരിക്കാൻ പ്രശ്നമായിരിക്കും. കാരണം തിങ്ങിയിരിക്കേണ്ടി വരും. ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ ഒരാളുടെ സീറ്റ് എന്ന് വെച്ചാൽ കേരള നിയമസം എടുത്ത് നോക്കണം.
പുതിയ സമയം ഞാൻ പോയിട്ടില്ല, TV കണ്ടവർ മാത്രമേ ഉള്ളൂ. ഒരു സീറ്റ് എന്ന് വെച്ചാൽ ഒരു സീറ്റാത്, അത്ര വലിയ വിശാലമായിട്ടുള്ള നല്ല കൈയൊക്കെ വെച്ചിരിക്കാവുന്ന, ഇവിടെ ഇരുന്ന ഉണ്ണികൃഷ്ണനെ പോലുള്ള ആൾക്കാരും അതുപോലെ തന്നെ നമ്മുടെ ഇവരെല്ലാം ഇരുന്ന ആൾക്കാരാണ്. അതല്ല ബ്രിട്ടീഷ് പാർലമെന്റിലുള്ളത്. മാത്രമല്ല ബ്രിട്ടീഷ് പാർലമെന്റ് നിർമ്മിച്ചെന്നാണ് ഈ പഹയനോടും ചോദിച്ചു 450 വർഷം മുമ്പ്. അപ്പോൾ അവരുടെ മ്യൂസിയം ഉണ്ട്, ഞാൻ നടന്ന് കണ്ടതാ. 450 വർഷം നിർമ്മിച്ചിട്ടുള്ള ഈ സാധനം പൊളിച്ചിട്ടുള്ള ബ്രിട്ടീഷുകാർ. നമ്മളോ 20-ാം നൂറ്റാണ്ട് ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള പാർലമെന്റ് പൊളിച്ചതിന് ശേഷം വേറെ ഒരെണ്ണുണ്ടാക്കി നമ്മുടെ ഇന്ത്യക്കകത്ത്. ഇതുണ്ടാക്കുമ്പോൾ തന്നെ അറിയാം 2024 തെരഞ്ഞെടുപ്പിൽ 66 സീറ്റ് പോയത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയോ? ഞാൻ അത് പറയാൻ വേണ്ടി പറഞ്ഞു വന്നത്. അതായത് കൃഷിക്കാരുടെ സമരം. കൃഷിക്കാരുടെ സമരം നടന്ന പഞ്ചാബ്, രാജസ്ഥാൻ, ഹരിയാന, ഉത്തർപ്രദേശിൻ്റെ പടിഞ്ഞാറ് ഭാഗം. ആ കൃഷിക്കാരുടെ പോരാട്ടം നടന്നതിന് ശേഷം കൃഷിക്കാരെന്ന് പറഞ്ഞാൽ ഇവിടത്തെ പോലെ കൃഷിക്കാരല്ല, ഒന്നാമത് ഇവിടെ കൃഷിയില്ലല്ലോ. ആ കൃഷിക്കാരെ അവരെ വന്ന വഴി ആ സമരം 800 പേരാണ് മരിച്ചത്. കൊടും തണുപ്പ്, ഡിസംബർ മാസത്തിലെ കൊടും തണുപ്പത്ത് ഈ വന്ന കൃഷിക്കാരെ അടിച്ചോടിക്കാൻ വേണ്ടി പോലീസ് ശ്രമിച്ചിട്ട് പോകാൻ വേണ്ടി പറഞ്ഞത്. ഈ തണുപ്പത്ത് 800ഓളം വരുന്ന ആൾക്കാർ മരിച്ചു, കൃഷിക്കാർ. ആ മേഖലയിൽ നരേന്ദ്രമോദി ഓർത്ത് മോദി വിജയിച്ചെന്നാ. പക്ഷേ ആ മേഖലയ്ക്കകത്തുള്ള സീറ്റുകളാണ് 66 അങ്ങ് പോയത്. അപ്പോൾ 240 സീറ്റായി. BJPക്ക് സ്വയം ഭൂരിപക്ഷമില്ല, 3-2 പോയി. അപ്പോൾ BJPക്ക് മറ്റേ ഡിപ്പെൻഡ് ചെയ്യണ്ടോന്നു, ആശ്രയിക്കേണ്ടോന്നു. അതുകൊണ്ട് ഇനി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വടക്കേ ഇന്ത്യക്കകത്ത് എങ്ങനെയാവും അടുത്ത റിസൾട്ട് എന്ന് 29 അറിയില്ലാത്തതുകൊണ്ടാണ് നരേന്ദ്രമോദി ഡീലിമിറ്റേഷൻ ആലോചിച്ചു. അപ്പോൾ ഡീലിമിറ്റേഷൻ ആലോചിച്ചപ്പോൾ പ്രശ്നം എന്നറിയോ? ഇതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഡീലിമിറ്റേഷൻ ആവശ്യമായിട്ടുള്ള അതിന് സെൻസസ് വേണം. അതുകൊണ്ടാണ് ഇപ്പോൾ വേഗത്തിൽ വേഗ സെൻസസ് ആണ്. ആ സെൻസസ് വേണമെന്ന ഭരണഘടനയിൽ. അപ്പം സെൻസസ് വേഗം എടുത്തുകൊണ്ടിരിക്കുകയാണ്. സെൻസസ് 27 കിട്ടിക്കഴിഞ്ഞാൽ 28 ഡീലിമിറ്റേഷൻ നടത്തും. അതായത് അതിർത്തികൾ പുനർനിർണ്ണയിക്കും. 29 ലക്ഷം വരും. അപ്പോൾ എത്രയാണെന്ന് പറയുക സീറ്റ്? ഇപ്പോഴുള്ള 543 സ്ഥാനത്ത് ഒരു 800-850 സീറ്റ് വരും. കേരളത്തിലാകെ എത്ര? 20 23 ആവും. പക്ഷേ ഉത്തർപ്രദേശിൽ കുടുംബാസൂത്രണം ഇല്ലല്ലോ, രാജസ്ഥാനിൽ കുടുംബാസൂത്രണം ഇല്ലല്ലോ. അപ്പോൾ അവിടുത്തെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മളെക്കാരൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സീറ്റ് കൂടും. അവിടെ സീറ്റ് വെച്ചാൽ വർഗീയതയ്ക്ക് നല്ല വേരോട്ട പ്രദേശത്താണ് സീറ്റ് കൂടുന്നത്. അപ്പം നരേന്ദ്രമോദി അദ്ദേഹത്തിന് ഒരു കൗശലമുണ്ട്. ആ കൗശലത്തിൽ പറഞ്ഞു വനിതകൾക്ക് വനിതാ സംവരണം നടപ്പാക്കാൻ വേണ്ടിയാണ് പരിപാടി. വനിതാ സംവരണം നടപ്പാക്കാൻ വേണ്ടി 2023 പാർലമെന്റ് ഏകകണ്ഠമായി തീരുമാനിച്ച് നടപ്പാക്കിയോ? ഇപ്പോൾ തന്നെ വരാൻ പോണ ഓരോ അസംബ്ലി ഇലക്ഷൻ സംവരണം നടപ്പാക്ക്. അത് നടപ്പാക്കാൻ വേണ്ടി വേറെ ഡീലിമിറ്റേഷൻ്റെ ആവശ്യമില്ല, സെൻസസിൻ്റെ ആവശ്യമില്ല. എന്ത് നടപ്പാക്കാത്തത്? അപ്പം അതുകൊണ്ട് കേന്ദ്രത്തിലെ ഗവൺമെൻറ് ചെയ്യുന്ന ഈ പരിപാടി, ആ പരിപാടിക്കെതിരായിട്ട് ഈ രാഹുൽ ഗാന്ധി വലിയ ബഹളം ഉണ്ടാക്കുന്നത് ശരി തന്നെ. പക്ഷേ ആ പരിപാടിക്കെതിരായി കാര്യമായ ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുന്നില്ല. അവരുമായി സമരസപ്പെട്ടു പോകാനാണ് അവരുടെ ഗവൺമെൻറ് എല്ലാം ശ്രമിക്കുന്നത്.